ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സന്തോഷം കൊണ്ട് ഇടറുന്ന അക്ഷരങ്ങളോടെ അനുജനോടും സുമന്ത്രരോടും ആ ധന്യാത്മാവ്, നോക്കൂ അനുജ, അമാത്യവരനായ സുമന്ത്രരെ, ഭഗവാൻ ഭരദ്വാജൻ അരുളി ചെയ്ത സ്ഥലത്ത് നാം എത്തിച്ചേർന്നു. മന്ദാകിനി നദി ഇവിടെ സമീപത്തായിരിക്കണം. നോക്കൂ, അനുജൻ ലക്ഷ്മണന്റെ ആലോചനാശക്തി ഇത്രയും ഉയരമുള്ള വൃക്ഷങ്ങളിൽ മരത്തോലുകൾ ഉണക്കുവാൻ തൂക്കിയിരിക്കുന്നു. ഏതു സമയത്തും വഴി തെറ്റാതെ ആശ്രമത്തിലേക്ക് വരുവാൻ വേണ്ടിയാകണം. എവിടെ നിന്ന് നോക്കിയാലും വ്യക്തമായി കാണാമല്ലോ ഈ മധ്യാനകൾ ഒന്നിച്ചു ചേർന്ന് സമരം നടത്തിയ സ്ഥലം. തപോവനത്തിൽ മഹർഷീശ്വരന്മാർ ഏതൊരു അഗ്നിയെയാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സുഗന്ധമിതാ പരക്കുന്നു. നിബിഡമായ പുക പൊങ്ങുന്നു. ഗുരു സൽക്കാരത്തിൽ അചഞ്ചലൻ, പുരുഷവരന്മാരിൽ അഗ്രഗണ്യൻ, താപസവേഷധാരിയായ ശ്രീരാമചന്ദ്രൻ, ദയാവാരതിയായ എൻ്റെ ജ്യേഷ്ഠൻ ആ മഹാത്മാവിനെ ഞാൻ ഇന്നു കാണും. ആനന്ദോന്മാദിയായി തീർന്ന ഭരതന്റെ പാദങ്ങൾ പാരിടത്തിൽ സ്പർശിക്കാത്ത മട്ടിലായി. അത്രയും വേഗതയാർന്നു ഓട്ടത്തിന്. മന്ദാകിനി തീരത്തിലെത്തിയ കുമാരൻ പറഞ്ഞു, പുരുഷോത്തമനായ അഗ്രജൻ വെറും നിലത്ത് വീരാസനത്തിൽ ഇരിക്കുന്നു. മാനവേന്ദ്രനായ രഘുവര രാമൻ വിജനത്തിൽ ഇരിക്കുക. ഹാ കഷ്ടം, എൻ്റെ ജീവിതം നിന്ദ്യാൽ നിന്ദ്യം, ശൂന്യാൽ ശൂന്യം. ലോകൈകനാഥനായ മഹാപ്രഭു, ഞാൻ മൂലം ദുഃഖത്തിന് അടിപ്പെടുക. സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഘോരാരണ്യത്തിൽ വസിക്കുക. ലോകം മുഴുവൻ എന്നുമെന്നും എന്നെ പഴിക്കും. ഈ മഹാദുഷ്ടനിൽ കരുണയുദിക്കുവാൻ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിൽ ദേവിയുടെയും ദിവ്യപാദ പത്മങ്ങളിൽ ഞാൻ വീണ്ടും വീണ്ടും വീണ് നമസ്കരിക്കും. ഇങ്ങനെ വിലപിച്ചുകൊണ്ടു പോകുന്ന ശ്രീ ഭരതകുമാരൻ മഹാപുണ്യങ്ങളുടെ നിലയനമായ പർണശാലയെ കണ്ടു. സാലങ്ങളുടെയും കരിമ്പനകളുടെയും പത്രങ്ങളാൽ മേഞ്ഞ് മൃദുപകൾ വിരിച്ച യജ്ഞശാലയിലെ വൻതറ പോലെ വിരാജിക്കുന്ന ഉടജത്തിൻ്റെ മുന്നിലായി വാർമഴവില്ലിൻ്റെ വർണ്ണപ്പകിട്ടാർന്ന വൈരി മണ്ഡല മഹാവനത്തിൻ്റെ ധാവാഗ്നികളായ വൻ വില്ലുകൾ രണ്ടെണ്ണം തൂക്കിയിട്ടിരിക്കുന്നു. സൂര്യരശ്മികൾ പോലെ മിന്നിത്തിളങ്ങുന്ന നിശിത ശരങ്ങൾ നിറച്ച ആവനാഴികൾ അതിനടുത്തായുണ്ട്. പൊന്നുറകളിൽ തൂക്കിയിട്ട രണ്ടു വാളുകൾ, പൊൻപുള്ളികൾ പതിച്ച രണ്ടു പരിചകൾ, പലതരത്തിലുള്ള പൊന്നണി കയ്യുറകൾ എന്നിവ കൊണ്ട് മൃഗങ്ങൾക്ക് സിംഹഗുഹ എന്ന പോലെ വൈരികൾക്ക് അപ്രാപ്യമായ ആശ്രമം പ്രശോഭിക്കുന്നു. പരിപാവനമായ ശ്രീരാമ നിലയത്തിൽ കിഴക്കോട്ടും വടക്കോട്ടും ചാഞ്ഞു കത്തുന്ന അഗ്നിയെ കണ്ട ഭരതൻ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകൾ കൃതാർത്ഥങ്ങളായി, ബാഷ്പാവിലങ്ങളായി. നിർമ്മല മരത്തോലുടുത്ത് കൃഷ്ണാജിനം ധരിച്ച് വട്ടച്ചെടയോടുകൂടി ചെന്തി ആളുന്നത് പോലെ പ്രകാശിക്കുന്ന ഗുരുവര്യനായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഭരതൻ നിരീക്ഷിച്ചു. സിംഹപരാക്രമിയും അരവിന്ദലോചനനും ലോകനാഥനും ധർമാചരണ നിമഗ്നനും എന്നും നശിക്കാത്ത ബ്രഹ്മതുല്യനും സീതാലക്ഷ്മണ സംയുതനുമായ അഗ്രജൻ വെറും നിലത്ത് ദർഭപ്പുൽ വിരിച്ചതിനുമേൽ ആണ് ഇരിക്കുന്നത്. ദേവദേവന്റെ ആ ഇരിപ്പ് കണ്ട് ദുഃഖനിമഗ്നനായ ഭരതൻ ധർമാത്മാവായ കൈകേയി സുതൻ ഗദ്ഗത കണ്ഠനായി വിലപിച്ചു. ഉൾക്കരുത്തുള്ളവനാണെങ്കിലും മനസ്സടുക്കുവാൻ സാധിക്കാതെ ഇപ്രകാരം പറഞ്ഞു, പ്രജകളുടെ കൺകണ്ട ദൈവമായി രാജസദസ്സിൽ രത്നസിംഹാസനത്തിൽ ഇരിക്കുവാൻ അർഹതയുള്ള ജ്യേഷ്ഠൻ കാട്ടുജന്തുക്കളുടെ മധ്യത്തിൽ വെറും നിലത്ത് ഇരിക്കുന്നു. അമൂല്യങ്ങളായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിലസിച്ചിരുന്ന ആ മഹാൻ ധർമാചാരണ നിഷ്ഠയ്ക്ക് മാൻതോലുടുത്ത് പ്രശോഭിക്കുന്നു. ദിവ്യങ്ങളും വിചിത്രങ്ങളുമായ സുരഭില കുസുമങ്ങൾ ചൂടിപ്പോന്ന ശിരസ് ഈ ചിടക്കെട്ട് എങ്ങനെയാണ് സഹിക്കുന്നത്? ഉത്തമങ്ങളായ യജ്ഞങ്ങളാൽ ധർമ്മം നേടേണ്ടവനാണ് അഗ്രജൻ. എന്നിട്ടും എത്രമാത്രം കായക്ലേശങ്ങൾ സഹിച്ചാണ് ധർമ്മം അന്വേഷിക്കുന്നത്. ശ്രേഷ്ഠതരമായ ചന്ദനം ഏതൊരു തിരുമെയ്യനെ സേവിച്ചിരുന്നുവോ ആ മൃദുല ശരീരത്തിൽ നിന്ന് ചളിയും പൊടിയുമാണല്ലോ പൂരണ്ടിരിക്കുന്നത്. സർവ്വസുഖങ്ങളും അനുഭവിക്കുവാൻ അർഹതയുള്ള ശ്രീരാമദേവൻ ഇത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ഈ മഹാപാപിയായ ഞാൻ കാരണം ആണല്ലോ. അതിദുഷ്ടനായ എൻ്റെ ജീവിതം ലോകനിന്ദ്യമായി തീർന്നുവല്ലോ. ഇങ്ങനെ വിലപിച്ചുകൊണ്ട് മുന്നോട്ടാന ഭരതകുമാരൻ അസഹ്യ ശോകത്താൽ മുഖാംബുജം വിയർത്ത് ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ പെട്ടെന്ന് പതിച്ചു. ബലശാലിയായ ആ രാജപുത്രന്റെ മുഖത്തുനിന്ന് ഒരു ഞരക്കം പോലെ ആര്യ എന്ന ഒരു ശബ്ദം മാത്രം പുറപ്പെട്ടു. കണ്ണീർ കൊണ്ട് തൊണ്ടയടച്ച് കുമാരനിൽ നിന്ന് ആര്യ എന്നല്ലാതെ മറ്റൊന്നും പുറപ്പെട്ടില്ല. സംസാരിപ്പാൻ അശക്തനായി ശ്രീരാമ പാദാംബുജത്തിൽ വീണ ഭരത സമീപത്തിൽ തന്നെ കേണുകൊണ്ട് ശത്രുഘ്നനും പതിച്ചു. ഗുഹനും ഉത്തരക്ഷണത്തിൽ നൃപനന്ദന സമീപം അണഞ്ഞു. ഗുരു, ശുക്രൻ എന്നീ ഗ്രഹനാഥന്മാരും ഒന്നിച്ച് അംബരമധ്യത്തിൽ പ്രോജ്വലിക്കുന്ന അർക്കചന്ദ്രന്മാരെ പോലെ ദശരഥനന്ദനന്മാർ വിളങ്ങി. അരണ്യാന്തർഭാഗത്തിൽ സ്വച്ഛന്തം നിർഭയം വിഹരിച്ചുകൊണ്ട് നടക്കുന്ന 4 മതഗജങ്ങൾ ഒന്നിച്ചു ചേർന്ന പോലെ ദശരഥകുമാരന്മാർ ഒരിടത്തു കൂടിയതു കണ്ട കാനനവാസികൾ എല്ലാവർക്കും ഒതുക്കുവാൻ കഴിയാത്ത ആനന്ദമുണ്ടായി. അവരുടെ കണ്ണുകളിൽ നിന്ന്
ഹർഷാശ്രുക്കൾ ധാരധാരയായി പ്രവഹിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.